ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഗപ്പി പരിപാലനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഗപ്പികളുണ്ട്. അതിൽ കുട്ടികളും ഒക്കെ ആയിട്ട് ഇത് എൻ്റെ ഉപ്പ വളർത്തിക്കൊണ്ടിരുന്ന ഗപ്പിയാണ് കേട്ടോ. ഇതിൽ മെയില് ഫീമെയില് കുട്ടികളെല്ലാം കൂടി മിക്സ്ഡ് ആണ്. ഇതിന് ഞാൻ മെയിലിനെയും ഫീമെയിലും വലുതിനെയും ചെറുതിനെയും നല്ല സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെള്ളമൊക്കെ മാറ്റി നല്ല സെറ്റപ്പ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഇതാ പറയട്ടെ, ഇത് പച്ച കളറാണ് കേട്ടോ വെള്ളം. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. വന്ന് നോക്കുമ്പം ആ ഗപ്പികളെ ഭംഗി കാണണമെങ്കിൽ നല്ല ക്ലിയർ ഉള്ള വെള്ളം തന്നെ വേണമല്ലോ അല്ലേ. അപ്പോൾ എനിക്കിത് നല്ല നോക്കിയാലോ കേട്ടോ മനസ്സിലാവുള്ളൂ ഇതിലെ മീനിനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ കുഞ്ഞുങ്ങളും വലുതും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യണത് സെപ്പറേറ്റ് ചെയ്ത കുട്ടികളെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനിതാ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു പാത്രം എടുത്തിട്ട് ഞാനതിലേക്ക് ഇങ്ങനെ നമ്മൾ കൈപ്പാട്ടയിൽ നിന്ന് മുക്കി ഇങ്ങനെ ഒഴിക്കുമ്പം ആദ്യം ചെറിയ മീനുകളൊക്കെ പോരുന്നുണ്ട്. ഞാൻ അരിപ്പയിലേക്ക് ആക്കാൻ വേണ്ടി നോക്കി, അപ്പോൾ അത് ശരിയാവണില്ല. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിൽ 3 വലിയ മീൻ ചാടിക്കണം കേട്ടോ. അത് ഇതിന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. അപ്പം ഞാൻ ആദ്യം ആ 3 മീനിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റട്ടെ കേട്ടോ. അപ്പം ഞാൻ കൈകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു അരിപ്പ് വെച്ചിട്ടാണ് ഇപ്പം മീനിനെ വെള്ളം മാറ്റാനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുള്ള ഇത് വെച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് പണി എടുത്തിട്ടാണെങ്കിലും നല്ലോണം സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ 3 വലിയ ഫിഷിനായിരുന്നു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെറിയ കുട്ടികൾ മാത്രമേ കേട്ടോ. ഇനി കുട്ടികളാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളിങ്ങനെ കൈപ്പാട്ട വെച്ച് മുക്കി പാരുമ്പോൾ ഫസ്റ്റ് കണ്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ഫസ്റ്റ് മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. പിന്നെ ബാക്കി അടിയിലെത്തുമ്പോഴാണ് വലിയ മീൻ ഉണ്ടാവുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് വലിയ മീനിന് നല്ല ബുദ്ധിയുണ്ട്. അത് പെട്ടെന്ന് ഇതിലേക്ക് പോവില്ല, അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നിൽക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത്ര ബുദ്ധി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ചാടി പോവുകയാണ്. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് മുഴുവനും ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തത്. ബാക്കി വരുന്ന വലിയ ഫിഷിനെ അരിപ്പയിലേക്കാക്കിയിട്ട് അതിനെ വേറെ പാത്രത്തിലേക്കും മാറ്റിക്കണം കേട്ടോ. ബുദ്ധിൻ്റെ കാര്യം അത് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളം നിറച്ച് വെച്ചിട്ടോ. ഇപ്പം ഞാൻ 2 മീനിനെയും സെപ്പറേറ്റ് ചെയ്തതാണ്, വലുതിനെയും ചെറുതിനെയും സെപ്പറേറ്റ് ചെയ്തതാണ്. എന്നിട്ട് വേറെ പാത്രം എടുത്തിട്ട് ആ ശുദ്ധമായ വെള്ളം ഞാൻ അതിലെടുത്താണ്. എന്നിട്ട് ഈ വലിയ സെപ്പറേറ്റ് ചെയ്ത ഈ വലിയ മീനിനെ ഞാൻ മെല്ലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് മെല്ലെ വെച്ചിട്ട് അങ്ങനെ വെള്ളം നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയതിനു ശേഷം മെല്ലെ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മീനിന് വലിയ പരിക്കൊന്നും പറ്റൂല കേട്ടോ. കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് pH മാറുമ്പം മീനുകൾക്ക് അത് കേടാണ്. അപ്പം ഇങ്ങനെ മെല്ലെ വെച്ച് ഒഴിച്ച് കൊടുക്കുമ്പം അതാണ് നല്ലത് കേട്ടോ. പിന്നെ മീൻ ആദ്യം കിടന്ന വെള്ളം കുറച്ച് അതിൽ വേണം, അല്ലെങ്കിൽ മീനിന് പെട്ടെന്ന് ചത്തു പോകാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കുറച്ച് ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ മീൻ ഇപ്പോൾ സെറ്റായിക്കണേ. ഇനി അടുത്തത് കുഞ്ഞുങ്ങളെയും കൂടി ഇതിന് ഇങ്ങനെ സെറ്റാക്കാനുണ്ട്. കുഞ്ഞുങ്ങൾ മൊത്തം ആ പച്ച വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളുള്ള പാത്രം കേട്ടോ. കണ്ടോ, പച്ച വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ ഇല്ല. അപ്പം ഞാൻ ഇതിൽ ഫുൾ കുഞ്ഞുങ്ങൾ മാത്രമാണ്. എങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അരിപ്പയിൽ നിൽക്കണ കുഞ്ഞുങ്ങളെ ഞാൻ വേറെ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളായിട്ട്, അതായത് ഒരൊറ്റ മീന് പോലും പോവാതെ, ഒരൊറ്റ മീനെ പോലും കളയാതെ ഞാൻ ഫുള്ള് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിയാറായിട്ട് ഞാനിതാ ഈ ബേസിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു. ഇപ്പോൾ ഫുൾ കുഞ്ഞു മീനുകളെ എനിക്ക് കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ ബേസിന് നന്നായിട്ട് കഴുകി അതിൽ കുറച്ച് നല്ല വെള്ളം നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണ് കുഞ്ഞുങ്ങൾ, കണ്ടില്ലേ,
കുഞ്ഞുങ്ങളെ മൊത്തം ഞാൻ ഈ ഒരു പാട്ടയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ മെല്ലെ ഈ വെള്ളത്തോട് മിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ മെല്ലെ ഇതിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇനി ഈ കുഞ്ഞുങ്ങൾക്ക് ഓടി കളിക്കാൻ ഒരുപാട് സ്ഥലം വേണം, അതുകൊണ്ടാണ് വലിയ ബേസിനിൽ കുഞ്ഞുങ്ങളിട്ടത്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങളും പിന്നെ വലുതും ഒക്കെ സെറ്റായിട്ടുണ്ട് കണ്ടോ. നല്ല സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫുഡ് ഇട്ട് കൊടുക്കണം. പിന്നെ ഫുഡ് ഒരുപാടിട്ട് കൊടുക്കാനും പാടില്ല, കുറച്ച് ആവശ്യത്തിന് കുറച്ച് മാത്രം കഴിച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ രണ്ടിനും ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനെ എന്ത് വീഡിയോ ആണ് ഇടേണ്ടത്, ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. താങ്ക് യു.